സോ 6th ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ഡിറൈവ് ദി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാം പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ആദ്യമേ പറയുമ്പോൾ തന്നെ വി നോ അതിൻ്റെ മീൻ ഇതാണ്, അതിൻ്റെ വേരിയൻസ് ഇതാണ്, ഓൾ ദീസ് തിങ്സ്. പക്ഷേ നമുക്കത് ഡിറൈവ് ചെയ്തെടുക്കണം മാത്തമാറ്റിക്കലി. അത് മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ആ പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ വാട്ട് ഇസ് ഇറ്റ്, അതിൻ്റെ അതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതിൻ്റെ പാരാമീറ്റർ, ഓൾ ദീസ് തിങ്സ്. ഇനി അതിൻ്റെ മീൻ കണ്ടുപിടിക്കണം. സോ ഹൗ ടു കാൽക്കുലേറ്റ് മീൻ. സെക്കൻഡ്, വേരിയൻസ് കണ്ടുപിടിക്കണം. സോ ഹൗ ടു കാൽക്കുലേറ്റ് വേരിയൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ തന്നേക്കുന്നത് എന്താ? എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ, ഇറ്റ് ഈസ് ഫോളോയിങ് പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്താണ്? ദാറ്റ് ഈസ് ഓൾവേസ് ലാംഡ. ഓക്കെ. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? അതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സം കെ is given by lambda power k e power minus lambda by k factorial, and here this k can take values from 0, 1 to up to infinity. അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ is nothing but average number of events in a fixed interval. And what is k? K is number of events. Okay, the number of time it occurs. So ഇതാണ് നമ്മുടെ പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഒരു റാൻഡം വേരിയബിൾ എക്സ് ഉണ്ടെങ്കിൽ, ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ, ഹൗ ഡു വി കാൽക്കുലേറ്റ് ഇറ്റ്സ് മീൻ? അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? മീൻ ഇസ് മ്യൂ ഇസ് ഗിവൺ ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്. സോ വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ് ഇസ് സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു P of x. Okay, so ഇതാണ് നമ്മുടെ ഫോർമുല. ആൻഡ് വാട്ട് ഇസ് വേരിയൻസ്? വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഗിവൺ ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത്. സോ വി വോണ്ട് ടു കാൽക്കുലേറ്റ് മീൻ ആൻഡ് വേരിയൻസ്. ഐ മീൻ കാൽക്കുലേറ്റ് അല്ല, വി വോണ്ട് ടു ഡിറൈവ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മീൻ. സോ മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് പി ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. മീൻസ് ഇതാണ് നമ്മുടെ ഫോർമുല. സോ നമുക്കറിയാം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ലാംഡ പവർ എക്സ് ഇ പവർ മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. സോ വി വോണ്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മ്യൂ ഇസ് ഈക്വൽ ടു, ആൻഡ് വാട്ട് ഇസ് എക്സ് ഹിയർ? എക്സ് എന്ന് പറയുന്നത് വേരീസ് ഫ്രം 0, 1 to up to infinity. So this is summation x vary from 0 to infinity x into lambda power x e power minus lambda by x factorial. So ഇവിടെ ഒരു x ഉണ്ട് and there is an x factorial here. So നമുക്ക് x factorial എങ്ങനെ എഴുതാം? We know that x factorial എന്ന് പറയുന്നത് is 1 into 2 into 3 into etc. x minus 2 times x minus 1 times x. ഇതാണ് നമ്മുടെ x factorial എന്ന് പറയുന്നത്. സോ എക്സ് ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത്രയും ടേംസ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ്, നമുക്ക് എന്ത് കിട്ടും? മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് വേരീസ് ഫ്രം 0 to infinity എക്സ്ക്യൂസ് മീ എക്സ് lambda power x e power minus lambda by x into x minus 1 factorial. ഓക്കെ, സോ നമുക്കിവിടെ ക്യാൻസൽ ഓഫ് ചെയ്യാം. എക്സും എക്സും ക്യാൻസലായി. ഇവിടെ ഇപ്പോൾ നോക്കിയേ, നേരത്തെ ഡിനോമിനേറ്ററിൽ എക്സ് ഫാക്ടോറിയൽ ആയിരുന്നു ആൻഡ് എക്സ് വേരിഡ് ഫ്രം 0 to infinity. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 1 ഫാക്ടോറിയലായി. അപ്പോൾ ഇവിടെ എക്സ് വേരീസ് ഫ്രം 0 to infinity എടുത്താൽ എന്ത് പറ്റും?
നമുക്ക് 0 -1 ഫാക്ടോറിയൽ എന്നൊരു ടേം വരും. ഈസ് ദാറ്റ് പോസിബിൾ? നോ, കാരണം -1 ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ടേം ഡിഫൈൻഡ് അല്ല. സിൻസ് ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലിമിറ്റിനെ ചെറുതായിട്ട് 1 to infinity എന്ന് മാറ്റാം. സോ ദാറ്റ് ഇറ്റ് എന്താ അതൊരു വാലിഡ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ -1 വരുന്ന കേസിൽ അത് ഡിഫൈൻഡ് അല്ല. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ലിമിറ്റ് മാറി സമ്മേഷൻ്റെ 1 to infinity ആയി. So we are having mu is given as summation x varies from 1 to infinity lambda power x e power minus lambda by x minus 1 factorial. So ഇവിടെ നോക്കിയേ, ലാംഡ പവർ എക്സ്, എനിക്കതിനെ എക്സ് മൈനസ് 1 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. സോ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഈ ലാംഡ പവർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ ഇസ് മൾട്ടിപ്ലൈഡ് എക്സ് ടൈംസ് അല്ലേ? So lambda power x is nothing but lambda into etc. lambda into lambda. Total x times. So ഇവിടെ വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? That is x minus 1 times. So ഇത് നമുക്ക് എന്തെഴുതാം? Lambda power x minus 1 into lambda എന്ന് എഴുതാം. So using this, what we get? We are writing mu is equal to summation x varies from 1 to infinity lambda times lambda power x minus 1 e power minus lambda by x minus 1 factorial. Okay, so ഇവിടെ നോക്കിയേ, ഈ ഒരു സമ്മേഷൻ വേരി ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. ആൻഡ് എക്സിൻ്റെ ടേംസ് തന്നെ വേരി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ലാംഡ എന്ന് പറയുന്നതും ഇ പവർ മൈനസ് ലാംഡ എന്ന് പറയുന്നതും എന്താണ്? ദേ ക്യാൻ ബി ട്രീറ്റഡ് ആസ് കോൺസ്റ്റൻസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാംഡേനെയും ഇ പവർ മൈനസ് ലാംഡേനെയും വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. ഇതെന്ന് പറയുന്നത് സി, ഇപ്പോൾ ഇവിടെ എക്സിന് എന്ത് വാല്യൂസ് ഇട്ട് കൊടുത്താലും ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എല്ലാ ടേംസിൻ്റെയും കൂടെ കോമൺ ആയിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു മൾട്ടിപ്പിളാണോ ലാംഡ ആൻഡ് ഇ പവർ മൈനസ് ലാംഡ. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട് സൈഡ് കോമൺ. നമ്മൾ ഒരു ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുക അകത്തേക്ക് എടുക്കുക എന്നൊക്കെ പറയില്ലേ, സെയിം തന്നെ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ലാംഡ ഇ പവർ മൈനസ് ലാംഡ summation x varies from 1 to infinity lambda power x minus 1 by x minus 1 factorial. ഇനി ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ഇൻഡെക്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് എക്സിന് പകരം ഞാൻ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y is equal to x minus 1. ഓക്കെ, y എന്ന് പറയുന്നത് ഞാൻ x minus 1 ആയിട്ട് കൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ x is equal to 1 ആവുമ്പോൾ y എന്താവും? y is 1 minus 1 0. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് ചേഞ്ച് ചെയ്തു. ആൻഡ് x is equal to ഇൻഫിനിറ്റി ആവുമ്പോഴോ? ഇൻഫിനിറ്റി ആവുമ്പോൾ y is infinity minus 1. So that is infinity itself. So there is no change there. So നമുക്ക് എന്തെഴുതാം? mu എന്ന് പറയുന്നത് is now lambda e power minus lambda summation y varies from 0 to infinity lambda power y by y factorial എന്നുള്ള ടേമിൽ വന്നു. ഓക്കെ, now what we are going to use is Taylor series expansion. Taylor series expansion for e power lambda. So e power lambda according to Taylor series expansion നമുക്ക് എങ്ങനെ എഴുതാം? e power lambda is nothing but summation j varies from 0 to infinity lambda power j by lambda power j by j factorial. ഇതാണ് e power lambdയുടെ Taylor series expansion. ഇനി ഈ ഒരു റിസൾട്ടും ഈ ഒരു സമ്മേഷൻ ടേമും തമ്മിലൊന്ന് എന്താ പറയുക തമ്മിലൊന്ന് താരതമ്യം കമ്പയർ ചെയ്ത് നോക്കിയാലോ? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നോക്ക്, സമ്മേഷൻ ജെക്ക് പകരം ഇറ്റ് ഇസ് വൈ. സോ ജെ ഇസ് ഈക്വൽ ടു വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? ദിസ് ഇസ് ദ സെയിം, കറക്റ്റ്. സോ വാട്ട് വി ഹാവ്, നമ്മുടെ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ഇ പവർ ലാംഡ നമുക്ക് കിട്ടി. സോ വി ആർ ഹാവിങ് mu is equal to lambda e power minus lambda into e power lambda എന്ന് കിട്ടി. സോ ഇവിടെ e power minus lambda ഉണ്ട്, e power lambda ഉണ്ട്. സോ ദാറ്റ് ഈസ് lambda e power minus lambda plus lambda. So this is lambda e power 0, so which is lambda.
സോ നമുക്ക് എന്ത് കിട്ടി? മീൻ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. സോ ഇവിടെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് അതിൻ്റെ ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ആൻഡ് വി യൂസ് ദ റിസൾട്ട് ഫോർ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ടൈലർ സീരീസ് എക്സ്പാൻഷൻ എടുത്തു ഓഫ് ഇ പവർ ലാംഡ. അതും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയേക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ഫൗണ്ട് ദി മീൻ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് വേരിയൻസ്. സോ വാട്ട് ഈസ് വേരിയൻസ്? സോ നമുക്കറിയാം വേരിയൻസ് സിഗ്മ സ്ക്വയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ദറ്റ് ഈസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? സോ ഇത് നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മീൻ സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് മീൻ എന്തായിരുന്നു? ദാറ്റ് വാസ് ലാംഡ. വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. സോ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ആണ്. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദാറ്റ്. What is expected value of x square? So according to the definition, idenda, this is summation x varies from 0 to infinity x square fx or px. Either is fine. Okay, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? p of x എന്ന് പറയുന്നത് എന്തായിരുന്നു? It was lambda power x e power minus lambda by x factorial. So we have to substitute this. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ലാംഡ പവർ എക്സ് ഇ പവർ മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. വി നീഡ് എ ഫിക്സ്ഡ് വാല്യൂ ഫോർ ദിസ് അല്ലേ? സോ നമുക്കിവിടെ എക്സ് ഫാക്ടോറിയലിനെ എടുക്കാം. എക്സ് ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിമിലർ കേസ് ലാസ്റ്റ് ടൈം നമ്മൾ എങ്ങനെ എഴുതിയത്? മീൻ കണ്ടുപിടിച്ചപ്പോൾ വി റോട്ട് എക്സ് ഫാക്ടോറിയൽ വാസ് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് അല്ലേ? സോ സിമിലർലി ഇവിടെ ഈ എക്സ് മൈനസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 1. സോ കമ്പൈനിങ് നമുക്ക് എന്ത് എഴുതാം? എക്സ് ഫാക്ടോറിയൽ ഇസ് x minus 2 factorial into x minus 1 into x എന്ന് എഴുതാം. സോ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. സോ ഈ ഒരു റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ e power minus lambda power x by x factorial. x factorial നമ്മൾ എങ്ങനെ എഴുതി? x minus 2 factorial into x minus 1 into x എന്ന് എഴുതി. ഓക്കെ, എക്സ്ക്യൂസ് മീ. Now ഇവിടെ നമുക്ക് നോക്കിയേ ന്യൂമറേറ്ററിൽ വി ഹാവ് സംതിങ് കോൾഡ് എക്സ് സ്ക്വയർ. നൗ ഞാൻ ഈ എക്സ് സ്ക്വയറിനെ ഈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് എന്നുള്ള ഫോമാറ്റിലേക്ക് വി വോണ്ട് ടു ക്യാൻസൽ ദാറ്റ്. ആ ഒരു ടേമിനെ നമുക്ക് റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടേമിലേക്ക് അതിനെ മാറ്റി എഴുതാൻ നോക്കുക. സോ ഐ ആം റൈറ്റിംഗ് എക്സ് സ്ക്വയർ. ഹൗ ടു ഗെറ്റ് ദാറ്റ്? ഓക്കെ, സോ എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് അല്ലേ? കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് നോക്ക്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്താണ്? ദിസ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. സോ ഇഫ് വി ആഡ് എൻ എക്സ് ദർ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ തന്നെ കിട്ടും. സോ ഐ എം യൂസിങ് ദിസ് റിസൾട്ട്. അപ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഐ വോണ്ട് ടു അപ്ലൈ ദിസ്. സോ വി വിൽ ഗെറ്റ് expectation of x square is summation x varies from 0 to infinity x into x minus 1 plus x lambda power x e power minus lambda by
x into x minus 1 into x minus 2 factorial. Okay, so ഇവിടെ x into x minus 1 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, പ്ലസ് x എന്ന് പറയുന്ന നെക്സ്റ്റ് ടേം ഉണ്ട്. സോ വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഐ മീൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x is equal to 0 to infinity, a big bracket, x into x minus 1 into lambda power x e power minus lambda by x into x minus 1 into x minus 2 factorial plus x into lambda power x e power minus lambda by x into x minus 1 into x minus 2 factorial. ഇത്രയും കിട്ടി. സോ ഇവിടെ ഈ സമ്മേഷൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ടേംസിലേക്കും ഇൻഡിവിജ്വലി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ബിഫോർ ദാറ്റ് ഇവിടെ ഫസ്റ്റ് ഫ്രാക്ഷൻ നോക്ക്, ദാറ്റ് ഇസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ലാംഡ പവർ എക്സ് ഇ പവർ മൈനസ് ലാംഡ ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സും എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ഓഫ് ചെയ്യാം. ആൻഡ് സെക്കൻഡിലോ ദർ ഇസ് എ കോമൺ എക്സ്, സോ ആ എക്സും ക്യാൻസൽ ചെയ്യാം. So we are getting this is equal to summation x varies from 0 to infinity lambda power x e power minus lambda by x minus 2 factorial plus lambda power x e power minus lambda by x minus 1 into x minus 2 factorial, that is nothing but x minus 1 factorial. Okay, so we get like this. അപ്പോൾ ഇത്രയും ടേംസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കട്ട് ഡൗൺ ചെയ്തു. സോ ഇവിടെ വാട്ട് വി ആർ ഹാവിങ്, ഈ ഒരു സമ്മേഷൻ നമുക്ക് ഇൻഡിവിജ്വൽ ടേംസിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 0 to infinity ലാംഡ പവർ എക്സ് ഇ പവർ മൈനസ് ലാംഡ ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ പ്ലസ് summation x is equal to 0 to infinity lambda power x e power minus lambda by x minus 1 ഫാക്ടോറിയൽ. ഈ ഒരു ടേമിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ നോക്ക്, എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ. എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എക്സ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ മൈനസ് 2 ഫാക്ടോറിയൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, കറക്റ്റ്. മൈനസ് 1 ഫാക്ടോറിയലും ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ നമുക്ക് മിനിമം 0 വരണം. 0 വരണമെങ്കിൽ എക്സിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 2. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 0ക്ക് പകരം വി ക്യാൻ റൈറ്റ് 2. അതേസമയം നെക്സ്റ്റ് സമ്മേഷനിലോ ഇവിടെ 1 ആണ് വേണ്ടത്. സോ ദർ വി ഹാവ് എക്സ് വേരീസ് ഫ്രം 1. ഓക്കെ, സോ ഇവിടെ എക്സ് മൈനസ് 2 ആണ്. സോ ലാംഡ പവർ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി നോ ദാറ്റ് ലാംഡ പവർ എക്സ് എന്ന് പറയുന്നത് വി ഹാവ് ഓൾറെഡി റിട്ടൺ എക്സ് മൈനസ് 1 ഇൻറ്റു ലാംഡ എന്ന് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞു. ഐ മീൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ഇൻറ്റു ലാംഡ എന്നും കൂടി എഴുതാം. സോ ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ഇൻറ്റു ലാംഡ സ്ക്വയർ. സോ ഐ എം യൂസിങ് ദീസ് 2 ഹിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ദിസ് ഈസ് സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 2 to infinity ലാംഡ സ്ക്വയർ ലാംഡ ടു ദി പവർ എക്സ് മൈനസ് 2 e power minus lambda by x minus 2 factorial plus summation x varies from 1 to infinity lambda into lambda power x minus 1 e to the power minus lambda by x minus 1 factorial. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇതിനകത്ത് ഓരോ സമ്മേഷൻസും ഇൻഡിവിജ്വലി നോക്കാൻ പോവാണ്. സോ ലെറ്റ് ദിസ് ബി ഹിയർ. ദിസ് ഇസ് അവർ ഇക്വേഷൻ സ്റ്റാർ. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സമ്മേഷൻ? സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 2 to infinity ലാംഡ സ്ക്വയർ ലാംഡ പവർ എക്സ് മൈനസ് 2 ഇ ടു ദി പവർ മൈനസ് ലാംഡ ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ അല്ലേ? സോ ഇവിടെ ഈ ലാംഡ സ്ക്വയർ ആൻഡ് ഇ പവർ മൈനസ് ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ കോൺസ്റ്റൻസ്. സോ അത് കോൺസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ ടേക്ക് ദം ഔട്ട്സൈഡ്. സോ നമുക്ക് എന്ത് കിട്ടും? ലാംഡ സ്ക്വയർ ഇ പവർ മൈനസ് ലാംഡ സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 2 to infinity ലാംഡ പവർ എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് കിട്ടി. ഓക്കെ,
സോ ഇവിടെ നമുക്ക് എന്തെടുക്കാം, ഈ ഒരു ടേം നമുക്ക് യൂസിങ് ടൈലർ സീരീസ് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ്, ടൈലർ സീരീസിൽ എങ്ങനെയാണ് വന്നിരുന്നത്? സോ അക്കോർഡിംഗ് ടു ടൈലർ സീരീസ് എക്സ്പാൻഷൻ വി ഹാഡ് ഇ പവർ ലാംഡ എന്ന് പറയുന്നത് എന്തായിരുന്നു, സമ്മേഷൻ ജെ വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി ജെ യെസ് ലാംഡ പവർ ജെ ബൈ ജെ ഫാക്ടോറിയൽ. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിവിടെ ജെ എന്ന് പറയുന്നതിനെ x-2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ജെ ഇസ് ഈക്വൽ ടു x-2. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 ആവുന്ന കേസിൽ ജെ എന്താവും, ജെ വിൽ ബി 0. ആൻഡ് ഇൻഫിനിറ്റി ആവുന്ന കേസിലോ ജെ വിൽ ബി ഇൻഫിനിറ്റി. സോ നമുക്ക് ജെ വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി കിട്ടി. ആൻഡ് വാട്ട് ഇസ് ദിസ്, അപ്പോൾ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി ലാംഡ പവർ x-2 ബൈ x-2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് വിൽ ബി സമ്മേഷൻ ജെ വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി ലാംഡ പവർ ജെ ബൈ ജെ ഫാക്ടോറിയൽ എന്ന് കിട്ടും. ദിസ് ഇസ് നത്തിങ് ബട്ട് ഇ പവർ ലാംഡ. സോ നമുക്ക് ഈ ഒരു സമ്മേഷൻ എന്താണെന്ന് കിട്ടി, സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 2 to ഇൻഫിനിറ്റി lambda square lambda power x-2 e to the power minus lambda by x-2 factorial. This we got as lambda square e power minus lambda into e power lambda. So this is equal to lambda square e power minus lambda plus lambda, that is lambda square. So നമുക്കിത് lambda square ആണെന്ന് കിട്ടി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സമ്മേഷൻ. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് സമ്മേഷൻ? അപ്പോൾ സെക്കൻഡ് സമ്മേഷൻ എന്തായിരുന്നു? സെക്കൻഡ് സമ്മേഷൻ വാസ് summation x varies from 1 to infinity lambda lambda power x-1 e to the power minus lambda by x-1 factorial. ഇതായിരുന്നു സെക്കൻഡ് സമ്മേഷൻ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അവിടെയും നമുക്ക് ലാംഡയും ഇ പവർ മൈനസ് ലാംഡയും കോമൺ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ വി ഗെറ്റ് സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 1 to ഇൻഫിനിറ്റി ലാംഡ പവർ x-1 ബൈ x-1 ഫാക്ടോറിയൽ. സോ നേരത്തെ ജെ ഇസ് ഈക്വൽ ടു x-1 എടുത്ത പോലെ ഇഫ് വി ടേക്ക് ജെ ഈക്വൽ ടു x-2 എടുത്ത പോലെ ഇഫ് വി ടേക്ക് കെ ഇസ് ഈക്വൽ ടു x-1 നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് കെ ഇസ് 0, എക്സ് ഇസ് ഇൻഫിനിറ്റി ഇംപ്ലൈസ് കെ ഇസ് ഇൻഫിനിറ്റി. സോ വാട്ട് വി ആർ ഗെറ്റിംഗ്, നമുക്ക് സമ്മേഷൻ എക്സ് വേരീസ് ഫ്രം 1 to 0ക്ക് പകരം വി ക്യാൻ റൈറ്റ് k varies from 0 to infinity lambda power k by k factorial. This is nothing but e power lambda. So we can write the summation as summation x varies from 1 to infinity lambda power x-1 e to the power minus lambda by x-1 factorial. This is equal to lambda e power minus lambda e power lambda എന്ന് കിട്ടും. സോ ദിസ് ഇസ് ലാംഡ. ഓക്കെ, സോ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് കിട്ടിയേ? വെയിറ്റ്, യെസ്, അക്കോർഡിംഗ് ടു ഇക്വേഷൻ സ്റ്റാർ ഈ രണ്ട് സമ്മേഷൻസിനെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ആ രണ്ട് സമ്മേഷൻസിനെ ഇൻഡിവിജ്വലി നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് വാസ് ലാംഡ സ്ക്വയർ ആൻഡ് നൗ വി ഗോട്ട് ലാംഡ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേരിയൻസ് ആണ് വേണ്ടത്. സോ വാട്ട് വാസ് വേരിയൻസ്? വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ സ്ക്വയർ വാസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടി? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടി. സോ ദിസ് ഇസ് ലാംഡ. സോ നമുക്ക് വേരിയൻസ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷനും എന്താണെന്ന് കിട്ടി? ലാംഡ ആണെന്ന് കിട്ടി. സോ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ ഇതിനകത്ത് ആകെ കൂടെ ഒരൊറ്റ റിസൾട്ടേ നമുക്ക് മേജർലി യൂസ് വരുന്നുള്ളൂ, ദാറ്റ് ഇസ് ടൈലർ സീരീസ്. അപ്പോൾ ഇതിലെന്തായിരുന്നു പ്രോബ്ലം? വാസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനും വേരിയൻസും ഡിറൈവ് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുക, എക്സ് ഫോളോസ് എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ തന്നെ നമുക്കവിടെ എന്തുണ്ടാവും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ടാവും. സോ നമ്മൾ ആ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഫോർമുലാസ്. മീനിൻ്റെ ഫോർമുല എന്തായിരുന്നു? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്. അത് സോൾവ് ചെയ്യുക, അവിടെ സിംപ്ലിഫൈ ചെയ്യുക. സോ ലെറ്റ് മീ ജസ്റ്റ് ഷോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ഇവിടെ സിംപ്ലിഫിക്കേഷൻസ് കൊണ്ടുവരുന്നത് അല്ലേ? കാരണം ഇവിടെ നമുക്ക് നോക്ക്, ഈ ഒരു എക്സ് എന്ന് പറയുന്ന
ഈ ഒരു എക്സ് എന്ന് പറയുന്ന ടേമിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റണമായിരുന്നു. ആ ടേമിനെ മാറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, x-1 ഫാക്ടോറിയലിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി x-1 ഫാക്ടോറിയൽ അവിടെ ഇൻട്രൊഡ്യൂസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ലാംഡ പവർ എക്സിനെ സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്ടിക്സ് ആണ്. ഓക്കെ, ആൻഡ് ഇങ്ങനത്തെ പ്രോബ്ലംസിനൊക്കെ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു മെത്തേഡ്സ് നമ്മൾ എക്സാക്ട്ലി സെയിം എന്നുള്ള സിമിലർ മെത്തേഡ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യും whenever we have to derive something. ഓക്കെ, സോ ആൻഡ് ഫൈനൽ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും എന്താ, ദാറ്റ് ഇസ് ലാംഡ. സോ കറക്റ്റ് ആണോ ഇങ്ങനത്തെ ഡെറിവേഷൻസ് ചെയ്യുമ്പോൾ ഫൈനലി ലാംഡയിൽ എത്തുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം. കാരണം മൈനർ മിസ്റ്റേക്സ് മതി, യു ക്യാൻ ലീഡ് ടു റോങ് ആൻസർ. സോ ഇവിടെ മീൻ നമ്മൾ കണ്ടുപിടിച്ചു യൂസിങ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്. വൺസ് മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വി ഹാവ് ദ ഫോർമുല എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ അല്ലേ. സോ വി ഫൗണ്ട് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ. അവിടെ എക്സ് സ്ക്വയറിൽ വന്നപ്പോൾ ഈ ഒരു എക്സ് സ്ക്വയർ എന്നുള്ള ടേം ഉള്ളതുകൊണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു, എക്സ് ഇൻറ്റു x-1 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണമായിരുന്നു. സോ വി യൂസ്ഡ് ദ ട്രാൻസ്ഫോർമേഷൻ എക്സ് സ്ക്വയർ ഇസ് x-1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിസൾട്ട് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, സോ വി ഹാവ് ഗോട്ട് ഫൈനലി വേരിയൻസ് എന്താണ്, വേരിയൻസ് ഇസ് ഓൾസോ ലാംഡ. സോ ദാറ്റ് വാസ് the question.